എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിന്റെ റെലവൻസ് എന്താ. ഓക്കെ, 2, ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ ഹൗ ആർ യു ഫിറ്റ് ആസ് എ ഫൗണ്ടർ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഇതൊരു ഫ്യൂവൽ ആവണം. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഫ്യൂവൽ ആണ്, സർവൈവൽ ആവരുത്. സ്കെയിലബിലിറ്റിക്ക് ആവണം ഇൻവെസ്റ്റ്മെന്റ്, സർവൈവലിനാവരുത്. ഇപ്പൊ ഇവിടെ എത്രയോ സ്റ്റാർട്ടപ്പുകൾ ഗ്രോ ചെയ്തൊരു സൈസ് എത്തിയിട്ടും ഇതേ സാധനങ്ങൾ, ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പിവോട്ട് ചെയ്യാത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാഗ്നൻസി ആയിക്കോട്ടെ, ഇത് പല സ്റ്റേജുകളിൽ ഹിറ്റ് ചെയ്തിട്ട് ഡെത്ത് ആയിട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ്, ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഇഫ് ഐ കം ഇൻ ഫ്രണ്ട് ഓഫ് യു ഓർ യു കം ഇൻ ഫ്രണ്ട് ഓഫ് മീ, എന്റെ ചോദ്യം, ഓക്കെ, ഐ എം പുട്ടിങ് എക്സ് എമൗണ്ട് ഓൺ ദ ടേബിൾ, വാട്ട് ആർ യു പുട്ടിങ്? ഇത്രയും സ്റ്റാർട്ടപ്പുകളിൽ കുറച്ച് സ്റ്റാർട്ടപ്പുകൾ മാത്രം ഗ്രാൻഡ് കിട്ടിയതായിട്ട് അതിന്റെ ആ ക്രൈറ്റീരിയാസ് എന്തായിരിക്കും? ഒന്ന്, അഗെയിൻ ഗ്രാൻഡുകൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം പല ഗ്രാൻഡുകളുടെ സെലക്ഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാറുണ്ട്. ഈ മണി ഇല്ലെങ്കിൽ കമ്പനി എത്ര കാലം പോകും എന്നുള്ളത് ജനറലി ഫൗണ്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇഫ് ഐ ഡോണ്ട് പുട്ട് ദിസ് മണി, whether this has the ability to survive by themselves or not. അപ്പൊ അങ്ങനെ ഒരിക്കലും പൈസ ഉണ്ടെങ്കിൽ മാത്രം സർവൈവ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻഡ് ആണെങ്കിൽ അതും പ്രോബ്ലമാണ്. ഇനി പിന്നെ ഗ്രാൻഡുകൾ കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ഐക്കോണിക് ഇവന്റ് ആണ് ഹഡിൽ ഗ്ലോബൽ. ഡിസംബർ ഈ വർഷം 2025 ഡിസംബർ 11, 12, 13 അതെ, ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ മീറ്റപ്പ് ആണ് ശരിക്കും. അത് ഏകദേശം 2500-3000 സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. കോവളം ലീലയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുക.